ഐഷ ബീവി പറയാം, ഒരിക്കൽ ഒരു വയസ്സായ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. നബി തങ്ങൾ ആ ടൈമിൽ എൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നബി തങ്ങൾ അവരോട് ചോദിച്ചു, മൻ അൻതി? അവർ പറഞ്ഞു, ജസ്സാമത്തുൽ മുസനിയ. അപ്പോൾ അതൊരു മോശം അർത്ഥമുള്ള ഒരു പേരാ. നബി തങ്ങൾ പറഞ്ഞു, അല്ല, ഇനി മുതൽ നീ ജസ്സാമയല്ല, ബൽ അൻതി ഹസ്സാനത്തുൽ മുസനിയ. നല്ല അർത്ഥമുള്ള ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, നീ ഹസ്സാനത്തുൽ മുസനിയ. ഭയങ്കര കെയറിങ് റസൂലുള്ള. പേര് മാറ്റി കൊടുക്കുന്നു. പേരെന്താന്ന് ചോദിക്കുന്നു. പേര് കുറച്ച് മോശം അർത്ഥമുള്ള പേരായതുകൊണ്ട് അത് മാറ്റി കൊടുക്കുന്നു. എന്നിട്ട് കൈഫ അൻതും കൈഫ ഹാലുക്കും കൈഫ കുന്തും ബഅദന, നിങ്ങളുടെ അവസ്ഥ എന്താ, നിങ്ങൾ എങ്ങനെയൊക്കെയാണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, ഞങ്ങൾ അവിടെ നിന്ന് വന്നതിന് ശേഷം നിങ്ങൾ എന്തായിരുന്നു അവസ്ഥ, ഇങ്ങനെയൊക്കെ ഭയങ്കര കെയറിങ്ങും ഭയങ്കര ചോദ്യവും. അവർ പറഞ്ഞു, ബിഖൈരിൻ ബിയാബി, ഞങ്ങൾ നല്ല റാഹത്തായിട്ട് ഇരിക്കുന്നു എന്ന് ആ സ്ത്രീ പറഞ്ഞു. ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഐഷ ബീവി പറയാം, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് തുഖ്ബിലു അലാ ഹാദിഹിൽ ഹജൂദ് ഹാദിൽ ഇഖ്ബാൽ. ഒരു വയസ്സായ സ്ത്രീയോട് അങ്ങ് ഇത്ര കെയറിങ് എന്തിനാ, ഇത്ര വലിയ പരിഗണന എന്തിനാ? ഒരു സാധാരണ ഒരു സ്ത്രീ അല്ലേ, ഭയങ്കര കെയറിങ് ആണല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ കാനത് തഅതീന സമന ഖദീജ. അവർ ഖദീജയുടെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ അടുക്കൽ വരുമായിരുന്നു. ഖദീജയും ഞാനും ഒന്നിച്ച് താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഇടക്കിടക്ക് വരുന്ന ഒരു സ്ത്രീയായിരുന്നു. അത്രേ ബന്ധമേ ഉള്ളൂ. പക്ഷേ ഖദീജയുമായി ബന്ധപ്പെട്ട സ്ത്രീ ആയതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഷ ബീവി എന്ന ഇപ്പോഴത്തെ തൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചും അവർക്ക് അത്രയും വലിയ കെയർ നൽകി. എന്നിട്ട് പറഞ്ഞു, വഇന്ന ഹുസ്നൽ അഹ്ദി മിനൽ ഈമാൻ. ഇങ്ങനെ പഴയകാല സ്നേഹത്തെ പരിഗണിക്കലും അതിനെ നമ്മൾ വെള്ളം നനച്ച് വളർത്തലും ഒക്കെ ഈമാനിൽപ്പെട്ടതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു.